നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 8th ചാപ്റ്ററായ ഹിതം മനോഹാരി ച ദുർലഭം വചഃ, നന്മയുണ്ടാക്കുന്നതും മനോഹരവുമായതുമായ വാക്കുകൾ വളരെ വിരളമാണ്. എന്താണ് ഈ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ ഇവിടെ ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. എന്താണ് അവർ ഈ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആചാര്യ അദ്ദമമ്മ മാതാ സർ, ഇന്നെൻ്റെ അമ്മ മാം എനിക്ക് ഏകാം സൂക്തിം പാഠിത്വതി, ഒരു സൂക്തി പഠിപ്പിച്ചു തന്നു. സത്യം വദ ധർമ്മം ചര ഇതി, സത്യം പറയൂ ധർമ്മം ആചരിക്കൂ എന്ന്. ഇത് കേട്ട വേറൊരു സ്റ്റുഡൻറ്റ് ചോദിക്കുകയാണ്, ആചാര്യ സൂക്തി ഇത്യുക്തേ കഹ അഭിപ്രായഃ? സർ, സൂക്തി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സൂക്തി ഇത്യുക്തേ സുന്ദരം വചനം, സൂക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുന്ദരമായ വചനങ്ങൾ. സൂക്തഷു ജീവനമൂല്യാനി നിഹിതാനി ഭവന്തി, സൂക്തി എന്നത് ജീവിത മൂല്യത്തിലാണ് ഉള്ളത്. മഹോദയ സൂക്തയഃ അസ്മാൻ സന്മാർഗം പ്രതി നയന്തി ഇതി അർഹം ശ്രുത്വാൻ, ഒരു കുട്ടി പറയാണ്, സർ ഞാൻ കേട്ടിട്ടുണ്ട് സൂക്തി നമ്മെ നേരായ മാർഗത്തിൽ നയിക്കുന്നു എന്ന്. ഇത് കേട്ട ടീച്ചർ എന്താ പറഞ്ഞേ? സാറ് പറയാണ്, സത്യം, സത്യാണ്. സൂക്തയഃ, സൂക്തികൾ ജീവനെ, ജീവിതത്തിൽ അസ്മാകം മാർഗദർശനം കുറുവന്തി, നമുക്ക് മാർഗദർശനം നൽകുന്നു. സംസ്കൃത സാഹിത്യത്തിൽ സൂക്തീനാം ഭാണ്ഡാഗാരഃ അസ്തി, സംസ്കൃത സാഹിത്യത്തിൽ സൂക്തിയുടെ ഒരു ഖജനാവ് തന്നെ ഉണ്ട്, സൂക്തികളുടെ ഖജനാവ് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് കേട്ട ഒരു സ്റ്റുഡൻറ്റ് പറയാണ്, ആചാര്യ സർ അസ്മാസു കുതൂഹലം വർദ്ധത്തെ, ഞങ്ങൾക്ക് ക്യൂരിയോസിറ്റി കൂടുന്നു. വയം ഏതാം സൂക്തി പഠാമഹ, നമുക്കെല്ലാവർക്കും കൂടി സൂക്തികൾ പഠിക്കാം. അപ്പോൾ സാറ് പറയാണ്, ന കേവലം പഠാമഹ അപിതു സ്മരാമഹ ജീവനെ ആചരാമഹ ച, കേവലം പഠിക്കുക മാത്രമല്ല അത് ഓർത്ത് വയ്ക്കുകയും ജീവിതത്തിൽ ഫോളോ ചെയ്യുകയും വേണം. ഇനി നമുക്ക് സൂക്തികൾ നോക്കാം. മാതാ ഭൂമി പുത്രോ അഹം പൃഥ്വിയാഹ, പദച്ഛേദം നോക്കാം. മാതാ ഭൂമി പുത്രഃ അഹം പൃഥ്വിയാഹ. അന്വയം നോക്കാം. ഭൂമി മാതാ അസ്തി, അഹം പൃഥ്വിയാഹ പുത്രഃ അസ്മി. ഭൂമി അമ്മയാണ്, ഞാൻ ഭൂമിയുടെ മകനാണ്, പൃഥ്വിയുടെ മകനാണ്. ഭാവാർത്ഥം നോക്കാം. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? പൃഥ്വി അസ്മാൻ മാതാ ഇവ ലാലയതി പാലയതി ച, ഭൂമി നമ്മെ അമ്മയെപ്പോലെ ലാളിക്കുന്നു, പരിപാലിക്കുന്നു, രണ്ടും ചെയ്യുന്നുണ്ട്. അതഃ, അതുകൊണ്ട് ഭൂമി അസ്മാക്കം സർവേഷാം മാതാ അസ്തി, അതുകൊണ്ട് തന്നെ ഭൂമി നമ്മുടെ എല്ലാവരുടെയും തന്നെ അമ്മയാണ്. വയം സർവേ അസ്യാഹ പൃഥ്വിയാഹ സന്താനാഹ സ്മഃ, നമ്മളെല്ലാവരും ഈ പൃഥ്വിയുടെ സന്താനങ്ങളാണ്, മക്കളാണ്. ഏഷ സർവദാ പൂജ്യ അസ്തി, ഇതെപ്പോഴും പൂജിക്കപ്പെടേണ്ടതാണ്. അടുത്ത സൂക്തി നോക്കാം. നരത്നം അന്വേഷതി മൃഗ്യത്തെ ഹി തത്, പദച്ഛേദം നോക്കാം. നരത്നം അന്വേഷതി മൃഗ്യത്തെ ഹി തത്. അന്വയം നോക്കാം. രത്നം ന അന്വേഷതി തത് മൃഗ്യത്തെ ഹി, അതായത് രത്നം അന്വേഷിച്ചു പോകുന്നില്ല, അത് അന്വേഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നേ? ഭാവാർത്ഥം ഒന്ന് നോക്കാം. ഹീരകാദീനി രത്നാനി ഗ്രാഹകസ്യ അന്വേഷണം ന കുർവന്തി, അപിതു ഗ്രാഹകാഹ ഏവ രത്നാനാം അന്വേഷണം കുർവന്തി. വജ്രം പോലെയുള്ള വിലപിടിപ്പുള്ള രത്നങ്ങൾ ഒരിക്കലും വാങ്ങുന്നവരെ, അതായത് ഉപഭോക്താക്കളെ തേടി പോകാറില്ല, പകരം ആളുകൾ രത്നങ്ങളെ തേടിയാണ് വരിക. തഥൈവ, അതുപോലെ തന്നെ അസ്മാസു യദി ഗുണാഃ സന്തി, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിൽ, തർഹി എങ്കിൽ ഗുണജ്ഞാഃ സ്വയമേവ അസ്മാൻ അന്വേഷ്യ ആഗച്ഛന്തി. ഗുണജ്ഞാഃ, അതായത്
ആ ഗുണങ്ങളെ തിരിച്ചറിയുന്നവർ നമ്മളെ സ്വയമേവ തന്നെ അസ്മാൻ അന്വേഷ്യ ആഗച്ഛന്തി, നമ്മളെ തേടിത്തന്നെ വരും, തേടിത്തന്നെ എത്തും. നമുക്കിനി അടുത്ത സൂക്തി നോക്കാം. ശരീരമാദം ഖലു ധർമ്മ സാധനം. പദച്ഛേദം നോക്കാം. ശരീരമാദം ഖലു ധർമ്മ സാധനം. അന്വയം നോക്കാം. ശരീരം ഖലു ആദം ധർമ്മ സാധനം. ശരീരം, അതായത് നമ്മുടെ ശരീരം, ഖലു നിശ്ചയമായും, ആദം ഒന്നാമത്തെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട, ധർമ്മസാധനം എന്ന് വെച്ചാൽ എന്താണ്? കടമകൾ നിർവഹിക്കുന്ന ഉപകരണം, കടമകൾ നിർവഹിക്കാനുള്ള മാർഗം. ആട്ടെ, ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നേ? ഇവിടെ പറയാണ്, യദി അസ്മാക്കം ശരീരം സ്വസ്ഥം അസ്തി തർഹി വയം സ്വകർത്തവ്യസ്യ പാലനം കർത്തും ശക്നുമഃ. അതായത് നമ്മുടെ ശരീരം ഹെൽത്തിയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ കടമകൾ ശരിയായി നിർവഹിക്കാനായിട്ട് സാധിക്കും, ശരിയായി ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അസ്മാഭിഹി സ്വശരീരസ്യ രക്ഷ സർവദാ കരണീയാത്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുക തന്നെ വേണം, സംരക്ഷിക്കണം. ഓക്കെ. യതഃ എന്താണെന്ന് വെച്ചാൽ ശരീരമേവ ധർമ്മപാലനസ്യ പ്രഥമം സാധനമസ്തി. ശരീരം തന്നെയാണ് കടമകൾ നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻറ്റ്. ഈ ചിത്രത്തിനകത്ത് കാണിച്ചിരിക്കണ പോലെ എന്തൊക്കെയാണ് കാണിച്ചിരിക്കണേ? കൃത്യസമയത്ത് ഉറങ്ങുക, വ്യായാമം ചെയ്യുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, പഠിക്കുക, കളിക്കുക, എന്നിവയിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ശരീരം മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നന്നായി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത സൂക്തി നോക്കാം. ക്ഷണശഃ കണശ്ചൈവ വിദ്യാമർത്ഥം ച സാധയേത്. പദച്ഛേദം നോക്കാം. ക്ഷണശഃ കണശഃ ച ഏവ വിദ്യാമർത്ഥം ച സാധയേത്. അന്വയം നോക്കാം. ക്ഷണശഃ ഏവ വിദ്യാം കണശഃ ഏവ അർത്ഥം ച സാധയേത്. ക്ഷണശഃ എന്ന് വെച്ചാൽ എന്താണ്? ഓരോ മൂമെൻറ്റും, ഓരോ നിമിഷവും. കണശഃ എന്ന് വെച്ചാൽ ഓരോ തരിയും. വിദ്യാം അറിവ്, അർത്ഥം ധനം. സാധയേത് എന്ന് വെച്ചാൽ എന്താ? അതായത് നേടിയെടുക്കുക. അതായത് ഓരോ നിമിഷവും അറിവിനായിട്ടും ഓരോ തരിയും സമ്പത്തിനായിട്ടും ആർജിക്കണം. ആയിട്ട് ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കണേ? നമുക്ക് ഭാവാർത്ഥം ഒന്ന് നോക്കാം. ജ്ഞാനം പ്രാപ്തും സമയസ്യ നിരന്തരം ഉപയോഗഃ കരണീയഃ. അറിവ് പ്രാപ്തമാക്കാനായിട്ട് സമയത്തിൻ്റെ നിരന്തര ഉപയോഗം ചെയ്യണം. അതായത് അറിവ് പ്രാപ്തമാക്കാനായിട്ട്, അറിവ് നേടാനായിട്ട് സമയത്തിനെ നിരന്തരം ഉപയോഗിക്കണം. ഏകസ്യ അപി ക്ഷണസ്യ നാശഃ ന കരണീയഃ. ഒരു നിമിഷം പോലും വെറുതെ പാഴാക്കി കളയരുത്. ഏവം ഏവ യദി കോപി ധനസ്യ സംഗ്രഹം കർത്തും ഇച്ഛതി തർഹി. അതുപോലെ ആർക്കെങ്കിലും ധനം സമ്പാദിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ സഹ നിരന്തരം, അവൻ കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായി രൂപ്യകസ്യ സംഗ്രഹണം കുര്യാത്. നാണയങ്ങളുടെ സംഗ്രഹണം ചെയ്യുക, അതായത് നാണയം കൂട്ടിവെക്കുക. ക്ഷണത്യാഗേ കുതോ വിദ്യ കണത്യാഗേ കുതോ ധനം. അതായത് ഓരോ നിമിഷവും പാഴാക്കുന്നവന് എവിടെ നിന്നാണ് വിദ്യ ലഭിക്കുക? ഓരോ തരിയും ത്യജിക്കുന്നവന് എവിടെ നിന്നാണ് സമ്പത്തുണ്ടാവുക? അപ്പോൾ എല്ലാവർക്കും പഠിപ്പിച്ച ഇത്രയും ഭാഗവും ക്ലിയർ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.